വചനസാരം വചനസാരം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, സുവിശേഷത്തില് ഈശോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ശാന്തനായിരിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിനെ കുറിച്ച് ഈ സുവിശേഷത്തിലെ ഒരു പരാമർശം. ചുറ്റും എല്ലാ കാര്യങ്ങളും പ്രക്ഷുബ്ധമാകുമ്പോഴും ഉള്ളിലെ ശാന്തതയിലേക്ക് ക്രിസ്തു ആഴ്ന്നു പോവുകയാണ്. ഒരു രാജാവ് ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുവാനായിട്ട് തൻ്റെ രാജസദസ്സിലേക്ക് ചിത്രകാരന്മാരെ വിളിക്കുകയാണ്. ഓരോരുത്തരും വളരെ മനോഹരമായ ചിത്രങ്ങൾ രാജാവിന് ഇഷ്ടപ്പെടാൻ വേണ്ടി വരച്ചു തീർക്കുന്നുണ്ട്. അവസാനം രാജാവെല്ലാം കാണാൻ വന്നിട്ട് രാജാവിന് ഇഷ്ടപ്പെട്ടത് ഒരൊറ്റ ചിത്രമായിരുന്നു. അതിന് വലിയ പ്രത്യേകതകളൊന്നും ഇല്ലായിരുന്നു. വലിയൊരു വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തില് വെള്ളം ഒഴുകിയിറങ്ങുന്ന ആ ഒരു പാറക്കെട്ടിന്റെ ചെറിയൊരു പൊത്തില് ഒരു പ്രാവും അതിൻ്റെ കുഞ്ഞുങ്ങളും ഇരിക്കുന്നതാണ് ചിത്രം. പ്രക്ഷുബ്ധമായ പല കാര്യങ്ങളുണ്ടാകുമ്പോഴും അതിനിടയിൽ ശാന്തമായിരിക്കുക എന്നുള്ള ഒരു കൃപയാണ്. അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറച്ച് കഴിയുമ്പോൾ നിയന്ത്രിക്കാനാവും എന്ന് സുവിശേഷത്തിലൂടെ ഈശോ കാണിച്ചു തരുന്നുണ്ട്. പലപ്പോഴും ഉള്ളിലെ ശാന്തതയെ കുറേം കൂടി തീവ്രമാക്കുകയാണ് പുറത്തുള്ള പ്രശ്നങ്ങളെ എളുപ്പം പരിഹരിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം. ഈ സുവിശേഷത്തെ ധ്യാനിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിന് ചുറ്റുമുള്ള പ്രശ്നങ്ങളിലേക്ക് വെറുതെ നോക്കി ആകുലപ്പെടാതെ ഉള്ളിലുള്ള ശാന്തതയിലേക്ക് കുറേം കൂടി പിൻവലിഞ്ഞുകൊണ്ട് കുറേം കൂടി ശക്തിയുള്ളവരായി തീർന്നുകൊണ്ട് അതിനെ മറികടക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.